മുറാജഅ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല. എത്രയോ ആളുകൾ അല്ലെങ്കിൽ പല ആളുകളും കുറെ ദർസുകൾക്ക് ഇരിക്കും, പക്ഷെ അവരോട് എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാഹയോട് ചോദിക്കപ്പെട്ടതുപോലെ ചില ആളുകൾ ചില മജ്ലിസുകളിൽ വർഷങ്ങളോളം ഇരിക്കും, പക്ഷെ എന്നിട്ടും അവരോടൊരു മസ്അല ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കുകയില്ല. അതെന്തുകൊണ്ടാണ്? അവർ നല്ല രൂപത്തിൽ അത് മുറാജഅ ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പൊതുവെ പറയാറുള്ളത്, ഒരു കിതാബ് 3 തവണ വായിക്കുന്നതാണ് 3 കിതാബ് വായിക്കുന്നതിനേക്കാളും നല്ലത്. ഒരു കിതാബ് 3 തവണ വായിക്കുക എന്നുള്ളതാണ് 3 കിതാബുകൾ വായിക്കുന്നതിനേക്കാളും നല്ലത്. കാരണം അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിൽ നിലനിൽക്കും. അപ്പോൾ മനസ്സിൽ നിലനിൽക്കുന്ന അല്പമാണ് മനസ്സിൽ നിലനിൽക്കാത്ത ധാരാളത്തെക്കാളും ഏറ്റവും ഉത്തമം. അതുകൊണ്ട് മുറാജഅ എന്നുള്ളത് ഇൽമിന്റെ വലിയൊരു ഭാഗമാണ്, അത് ഇബാദത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എനിക്ക് പ്രതിഫലം നൽകും എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ മുറാജഅ ചെയ്യുക. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ മുറാജഅയ്ക്ക് വേണ്ടി ഒരു സമയം നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യുക. അതല്ലാതെ എപ്പോഴെങ്കിലും ദർസ് നടക്കുമ്പോൾ നമ്മൾ ദർസിന് വന്നിരിക്കുന്നു, അതിനുശേഷം ആ കിതാബായിട്ടോ അല്ലെങ്കിൽ അന്ന് പഠിച്ച കാര്യങ്ങളായിട്ടോ ഒരു ബന്ധവുമില്ല എന്ന രൂപത്തിൽ നമ്മൾ ആവാൻ പാടില്ല. മറിച്ച് നമ്മൾ മുറാജഅ ചെയ്യണം.